മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നും അസാധാരണമായ തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. ആ പ്രതികരണങ്ങളെ സ്വാഭാവിക പ്രതികരണങ്ങളായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടപടികൾക്ക് വിധേയമായി അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ആറളം പ്രശ്നം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായി രാവിലെ 9 മണിക്ക് തന്നെ ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തി സർവകക്ഷി യോഗത്തിന് മുമ്പിൽ സമർപ്പിക്കാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ, കർമ്മപരിപാടി തയ്യാറാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് രാവിലെ 9 മണിക്ക് അവർ ചേരുന്നതാണ്. ആ കർമ്മപരിപാടിയിൽ ഒരാഴ്ച കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, തുടർന്ന് അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നീ 2 തരത്തിലുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായി ഉണ്ടല്ലോ, ഈ തരത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടപ്പിലാക്കേണ്ട പരിപാടികളിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാലതാമസം ഒഴിവാക്കുക, സ്വാഭാവിക കാലതാമസമാണെങ്കിൽ ത്വരിതപ്പെടുത്തുക, അവിടെ ഏർലി വാർണിംഗ് സിസ്റ്റത്തിന്റെ കുറവുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക, നിരീക്ഷണ ക്യാമറകളുടെ കുറവുണ്ടെങ്കിൽ ആ നിരീക്ഷണ ക്യാമറകളുടെ കുറവ് പരിഹരിക്കുക. ഈ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കവിടെ അടിയന്തരമായി ചെയ്യാനുള്ളത്. മറ്റൊന്ന്, അവിടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യമുണ്ട്. കാടും ആറളം ഫാമും തമ്മിലുള്ള അകലം വളരെ കുറവാണ്. അതിന്റെ തുടർച്ചയായി വരുന്നുണ്ട് ആറളം ഫാം അത് തന്നെ ഒരു അർദ്ധ കാടിന്റെ സ്വഭാവമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആറളം ഫാമിനകത്ത് വന്യജീവികളുണ്ട്. ആ വന്യജീവികളുടെ സഞ്ചാരം നിയന്ത്രിക്കുന്നതിന് അവിടെ അടിക്കാടുകൾ വെട്ടി സഞ്ചാര പഥങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ച തോതിൽ കാണുന്നൊരു സാഹചര്യത്തിൽ ഇത്തരം മേഖലകളിലെ ജനങ്ങൾ കുറെ കൂടി സർക്കാരുമായി സഹകരിച്ച് മുന്നറിയിപ്പുകൾ മനസ്സിലാക്കാൻ സ്വമേധയാ തീരുമാനിക്കുന്നത് പ്രാദേശികമായ സംഘടനകൾക്ക് തീരുമാനിക്കാൻ, രാഷ്ട്രീയ കൂട്ടായ്മക്ക് പരിഹരിക്കാൻ കുറച്ചൊരു ജാഗ്രത. കാരണം ഇതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഈ യാഥാർത്ഥ്യത്തിൽ നമുക്ക് ഒളിച്ചോടാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ നേരിടുന്നതിന് ജനകീയ സഹകരണമാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ കരുതുന്നതുകൊണ്ടാണ് സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, അത് ശരിയായ ഒരു നിരീക്ഷണമാണല്ലോ. അതിനെ നമ്മൾ മറ്റു തരത്തിൽ എന്തിനാണ് കാണുന്നത്? കാരണം അവരുടെ കൺമുമ്പിൽ വെച്ച് അവരുടെ ഒപ്പം ജീവിച്ച ആനയുടെ ഒരു വന്യമൃഗത്തിന്റെ അക്രമത്തിന് വിധേയമായി മരിച്ചു വീഴുമ്പോൾ അവർക്ക് അവരുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുമെന്നത് ശരിയായ ഒരു കാര്യമല്ലേ? അപ്പൊ അത് നമ്മൾ ആ ഫീലിംഗ്, മനുഷ്യന്റെ നെഞ്ചിടിപ്പിന്റെ ആഘാതം അല്ലെങ്കിൽ ആഴം, അതിന്റെ ശക്തി കണക്കിലെടുത്തുകൊണ്ട് തന്നെയുള്ള നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക. എല്ലാ കാലത്തും ഈ വന്യജീവി പ്രശ്നമുണ്ട്. അപ്പൊ ഇവരുടെ റിഹാബിലിറ്റേഷൻ, ഇവരെ അവിടെ നിന്ന് മാറ്റി എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു ആലോചന നടക്കും. കാരണം ഇത് കാടിനോട് ചേർന്നാണ്. കാരണം കാടും ഈ സെറ്റിൽമെന്റും തമ്മിൽ പ്രത്യേകിച്ച് ഒരു അതിർവരമ്പുകളില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അല്ലാതെ നമ്മളുടെ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന കാടുകളിൽ മാത്രമല്ല, തോട്ടങ്ങളിൽ മാത്രമല്ല, സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന തോട്ടത്തിൽ, വയനാട്ടിലെ പ്രശ്നം അതാണ്. സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന തോട്ടങ്ങളിലും ഈ വന്യജീവികൾ വരുന്നുണ്ട്. കാരണം അവർ ഈ അടിക്കാട് വെട്ടി വന്യജീവികൾക്ക് വരേണ്ട കാര്യമില്ലാത്ത തോതിൽ സംരക്ഷിക്കാനുള്ള ഒരു വളരെ കർശനമായ ഒരു നിലപാട് ഗവൺമെന്റ് ആകെ എടുക്കേണ്ടതായിട്ടാണ് തോന്നുന്നത്. ഇത്തരം കാര്യങ്ങൾ വനംവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ മാത്രം പോരാ, മറ്റ് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശവും സഹായവും വേണമെന്നാണ് കരുതുന്നത്. ആ നിലക്കുള്ള ആലോചനകൾ നടത്തുന്നതാണ്. പ്രതിപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അടിക്കടി ഇത്തരത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്നു, വന്യമൃഗശല്യം ഉണ്ടാകുന്നു, സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. അല്ല, അത് ഒന്നും ചെയ്യുന്നില്ല എന്നത് ഇപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സംഭവം ഉണ്ടായി.
അവിടെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ വരെ അവിടെ എത്തുകയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, വന്യജീവികൾ കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിവിടുന്ന എന്നത് ഒരു വലിയ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക പ്രശ്നമാണ്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്, പല ഘടകങ്ങളുമുണ്ട്. ആ ഘടകങ്ങളെ ആകെ ഓരോന്നോരോന്നായി പരിഹരിച്ചു പോകുമ്പോൾ മാത്രമാണ് അതിന് പരിഹാരം കാണുക. അത് 1-2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്നൊരു വിഷയമാണ് ഇത് എന്ന് ഗവൺമെന്റ് ഏതായാലും കരുതുന്നില്ല. കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നേരത്തെ അത് ചെയ്തു വരുമോ ചോദിച്ചാൽ നേരത്തെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. നമ്മളൊരു പ്രശ്നത്തിന് ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ആ സാഹചര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അതിന് പരിഹാര മാർഗങ്ങൾ കാണുക. ഇതൊരു പുതിയ പ്രതിഭാസമാണ്. നേരത്തെയും കാടുമുണ്ട്, മനുഷ്യനുമുണ്ട്, മൃഗമുണ്ട്. പക്ഷേ ഈ കാണുന്ന തോതിലുള്ള വന്യജീവി അക്രമവും അതിന്റെ ഫലമായുള്ള ആൾനാശവും കൃഷിനാശവും ഈ അടുത്ത് ഒരു 2 വർഷത്തിനിടെയാണ് ക്രമാതീതമായി, അല്ലെങ്കിൽ ഭയാനകമായി, അല്ലെങ്കിൽ ഭീതിജനകമായി ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കത്തക്ക ഇത് വളർന്നു വന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് നടത്തുന്നു. പക്ഷേ നിയമ നടപടികൾ ഇതിന് വലിയ തടസ്സം. ഇപ്പൊ അവിടെ തന്നെ ആനമതിൽ കെട്ടാൻ 3 വർഷം മുമ്പേ തീരുമാനമെടുത്തു. വനമന്ത്രി എ കെ ശശീന്ദ്രനാണ് മാധ്യമങ്ങളെ കണ്ടത്. ആറളം ഫാമിലെ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ സംസാരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ സർവകക്ഷി യോഗം ചേരുക.